സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു എഗ് ഷവർമയുടെ റെസിപ്പിയാണ്. നമ്മൾ പൊതുവെ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ടാണ് ഷവർമ ഉണ്ടാക്കാറുള്ളത്. മുട്ട വെച്ചിട്ട് അങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എന്നാലും കൂടുതൽ പേരൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ഷവർമയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൻ തെളിഞ്ഞു വരും ആ സമയത്ത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് മിക്സി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ താഴ്ഭാഗത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. നമ്മുടെ കയ്യിലൊന്നും മുട്ടൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഷവർമക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊതുവേ ഷവർമ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടാണല്ലോ ചിക്കനൊക്കെ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ പീസസ് ആണ് ഇതൊക്കെ. ഇത് ജസ്റ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ഷവർമയിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാം. പക്ഷെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ മുട്ടേൻ്റെ ആ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു പുറം ഭാഗം കടിക്കുമ്പോൾ ഉപ്പ് വേണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കൊന്നും വേണ്ട, നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയി കിട്ടണം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. പൊതുവേ ഷവർമ കുബൂസൊക്കെ കുഴച്ചിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. ഇതിൽ ഞാൻ കുബൂസല്ല ചെയ്യുന്നത്. നമുക്ക് കുഴക്കൊന്നും വേണ്ട, അങ്ങനത്തെ പണികളൊന്നുമില്ല. നമ്മൾ ഈസി ആയിട്ടൊരു പാൻ കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പൊടികളൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും ഒന്നിച്ചൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. പൊടികളൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടഞ്ഞു വെച്ച പൊടികളുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം, ബാറ്റർ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് പരത്തി കൊടുത്താൽ മതി. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതല്ലേ. ഇതുപോലെ ഹോൾസൊക്കെ വരാൻ തുടങ്ങും. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് മതി, അപ്പം തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് പൊങ്ങി വരികയൊക്കെ ചെയ്യും. നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബാറ്റർ വെച്ചിട്ട് 3 പാൻ കേക്ക് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. റോൾ ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യം വലിപ്പം വേണം പാൻ കേക്കിന്, ചെറുതാക്കരുത്. ഇപ്പോൾ ഇനി ഫൈനലായിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചിക്കൻ ഷവർമൊക്കെ ചെയ്യുന്ന അതേ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. ചിക്കൻ്റെ സ്ഥാനത്ത് ഇവിടെ മുട്ട ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പോളം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതാണ് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പുളി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊന്ന് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് മയോണൈസാണ് ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. റെസിപ്പി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ലിങ്ക്.
ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മുട്ടയുടെ പീസസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഷവർമയുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പാൻ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മയോണീസ് മാത്രം മതിയെങ്കിൽ മയോണീസ് മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഫില്ലിങ്ങിൽ മിക്സ് ചെയ്തത് മാത്രമേ ഉള്ളൂ, ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് അത്യാവശ്യം തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ പേപ്പറും വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്